സ്ത്രീ സുരക്ഷാ പെൻഷൻ അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതികൾ അംഗീകരിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. എത്ര തുകയെന്നല്ല, എണ്ണമാണ് അവിടെ സർക്കാർ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ 1.5 കോടി ജനങ്ങൾക്ക് പ്രയോജനം. 35-ന് 60-നുമിടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൺ അടക്കം സ്ത്രീകൾക്ക് മാസം 1000 രൂപ ധനസഹായം നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ധനസഹായം നൽകുന്ന കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി, കുടുംബശ്രീ ADSകൾക്ക് മാസം 1000 രൂപ നൽകുന്ന പദ്ധതി, ഇവയ്ക്കാണ് അംഗീകാരം നൽകി. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകാത്ത AY പിങ്ക് കാർഡുകളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കാണ്. ട്രാൻസ്ജെൻഡറുകളിലെ സ്ത്രീകളടക്കം 31 ലക്ഷം പേർ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി കഴിഞ്ഞു. വിവിധ തൊഴിലുകൾ പരിശീലിക്കുന്ന ചെറുപ്പക്കാർക്ക് ധനസഹായം നൽകുന്ന കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി വഴി 5 ലക്ഷം ചെറുപ്പക്കാർക്ക് പ്രയോജനമുണ്ട്. കുടുംബശ്രീ ADSകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി വഴി 19,470 ADSകൾക്ക് തുക ലഭിക്കും. 23.4 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഒരു പ്രതിവർഷം. സാമൂഹിക സുരക്ഷാ പെൻഷൻ 1600 നിന്ന് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത് നവംബർ 1 മുതൽ പ്രാബല്യത്തിലായി. സ്ത്രീ സുരക്ഷാ പെൻഷൻ 31 ലക്ഷം പേർക്ക്, കണക്ട് വർക്ക് സ്കോളർഷിപ്പ് 5 ലക്ഷം പേർക്ക്, കുടുംബശ്രീ ADS ഗ്രാന്റ് 19,470 ADSകൾക്ക്, സാമൂഹിക സുരക്ഷാ പെൻഷൻ 62 ലക്ഷം പേർക്ക്, സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും DA/DR 11 ലക്ഷം പേർക്ക്, സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക 5,45,000 പേർക്ക് കിട്ടും. ഇനി അംഗൻവാടി ജീവനക്കാരുടെയും വർക്കമ്മയുടെയും ഓണറേറിയം വർധന അത് 66,240 പേർക്കാണ് തുണയാകുക. സാക്ഷരതാ പ്രേരകന്മാരുടെ ഓണറേറിയം വർധന 1,482, ആശാവർക്കന്മാരോ 26,125 പേർക്ക് ഗുണം കിട്ടും. പാചക തൊഴിലാളികളുടെ ഓണറേറിയം വർധന 13,327 പേർക്കും, റബ്ബർ സബ്സിഡി 1,50,000 പേർക്കും. പിന്നെ നെല്ലിന്റെ താങ്ങുവില വർധന കാരണം 2,80,000 കർഷകർക്ക്. നിർമ്മാണ തൊഴിലാളി വെൽഫെയർ ബോർഡിന് സഹായം ലഭിക്കുക 3,83,000 പേർക്ക്. അംഗൻവാടി വർക്കേഴ്സിനും ഹെൽപ്പേഴ്സിനുമായുള്ള പെൻഷനേഴ്സിനുള്ള സഹായം 21,180. ഇതൊക്കെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഒപ്പിട്ട് പ്രഖ്യാപിച്ച് വാഗ്ദാനം നൽകി അത് ഉത്തരവാക്കി പുലർത്തുന്നത്.